ഇപ്പൊ ഇവിടെ വന്ന ചർച്ചയിൽ കാശുണ്ടാക്കുന്ന ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഈ പറഞ്ഞോളൊക്കെ വീതമാണെങ്കിൽ 30 ലക്ഷത്തിന് ഒരു വിഷയമില്ല. ആർക്കനുസരിച്ചാണ് വീതട്ടാണ് ആ വീതം നമ്മൾ ഇടും. അതിന് ഒന്നാമത്തെ പരിഗണന ഉമ്മർ കോയ മാഷ് പറഞ്ഞ പരിഗണന നമ്മൾ കൊടുക്കാറ്. പെട്ടെന്ന് ഈ പൈസ കൊണ്ട് തന്നെ സ്ഥലം വാങ്ങി ഇത് ഉണ്ടാക്കാൻ ഗവൺമെന്റിൽ നിന്ന് ഓർഡർ വാങ്ങി പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു 2-3 മാസം നമ്മൾ ശ്രമിച്ചു നോക്കാം. ജെയിംസ് മാഷ് ഇവിടെ ഉണ്ടെങ്കിലും ഈ സർവേക്കാരൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെന്താ വരുന്നത് ഉറപ്പാണ്. അപ്പൊ ആ നിലക്ക് MLA മന്ത്രിയാവും. അപ്പൊ ഈ ഭരണസമിതി ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് പോയി കാര്യം അപ്പൊ കാവൽ മന്ത്രിസഭയാണ്, മുഖ്യമന്ത്രിയാണ് പോണേ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒന്ന് ഇത് ശ്രമിച്ചു നോക്കുക. അത് വന്നിട്ട് വരുമെന്നുള്ളത് ഈ രീതി ഒന്നാമത്തെ ഫസ്റ്റ് പ്രയോറിറ്റി അതിന് നൽകുക നമ്മൾ ഭരണസമിതി. രണ്ടാമത് അത് നടക്കൂല തോന്നിയാൽ പിന്നെ എല്ലാം ശരിയാകും എന്നൊരു പഴയ വാഗ്ദാനം ഓർക്കുന്നില്ലേ? അതെ, അത് ഇനി മുതലാണ് ശരിയാകുക. ഇനി എല്ലാം ശരിയാകും. കരുവാരകുണ്ടിന്റെ ചിരകാല സ്വപ്നം അങ്ങനെ പൂവണിയുന്നു. KCB സബ്സ്റ്റേഷൻ നിർമ്മാണം വേഗത്തിലാക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യമായ KCB സബ്സ്റ്റേഷൻ എത്രയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളുമായി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N ഉണ്ണീൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2-3 മാസക്കാലമായി വളരെ പലരും വോൾട്ടേജ് ഇല്ല. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൽ നിരന്തരം 1-2 സ്ഥലത്ത് കുടിവെള്ളം കിട്ടാതെ പോകുന്നത് വോൾട്ടേജ് ക്ഷാമം കൊണ്ട് പമ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ കുടിവെള്ള ക്ഷാമവും വൈദ്യുതി ക്ഷാമവും വൈദ്യുതിയുടെ വോൾട്ടേജ് ഇല്ലാത്ത സാഹചര്യം, ക്വാളിറ്റി കുറവൊക്കെ ഇപ്പൊ പരാതിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം ഇത് മാത്രമാണ്. സബ്സ്റ്റേഷൻ നമ്മൾ കൊണ്ടുവന്ന് പരമാവധി നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഏത് രീതിയിലാണോ നമുക്കിത് പ്രാവർത്തികമാക്കാൻ കഴിയുക, ഏത് രീതിയിലാണോ നമുക്ക് എത്രയും പെട്ടെന്ന് സബ്സ്റ്റേഷൻ ആരംഭിക്കാൻ കഴിയുക, അതിനാലോചിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആവശ്യമായ 30 സെന്റ് സ്ഥലം അതെങ്ങനെ വേണം നമുക്ക് ഇവിടെ സൂചിപ്പിച്ചു. നമുക്ക് എങ്ങനെ ഫണ്ട് മൊബിലൈസ് ചെയ്തിട്ട് ആണെങ്കിൽ പോലും മറ്റു മാർഗങ്ങളുണ്ടെങ്കിൽ അത് നോക്കാം. അതല്ലെങ്കിൽ ഫണ്ട് മൊബിലൈസ് ചെയ്തിട്ടാണെങ്കിൽ പോലും നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് ഭൂമി വാങ്ങി പദ്ധതി ഉടൻ ആരംഭിക്കുക. സബ്സ്റ്റേഷന് ആവശ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ഉന്നതതല ഇടപെടലുകൾ നടത്താനും അത് സാധ്യമായില്ലെങ്കിൽ ജനകീയ കൂട്ടായ്മയിലൂടെ തുക കണ്ടെത്തി സ്ഥലം വാങ്ങി KCBക്ക് അടിയന്തരമായി കൈമാറാനും യോഗത്തിൽ തീരുമാനമായി. സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കാനുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രമങ്ങൾക്ക് യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും പൂർണ്ണ പിന്തുണ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BP ജസീറ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനി ഡേവിഡ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ V ഷബീർ അലി, നൌഷാദ് അലി കുരുക്കൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AK അംസക്കുട്ടി, PM സബാദ്, ഖാലിദ് റഹ്മാൻ, ഇന്ത്യാസ് ബാബു, സുരേന്ദ്രൻ, സൈനുദ്ദീൻ എന്ന നാണി, ശിഹാബ് കച്ചേരി, ബ്ലോക്ക് മെമ്പർ ഫിയാസ്, വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് KK ജെയിംസ് മാസ്റ്റർ, MK മുഹമ്മദ് അലി, V ആബിദ് അലി, അനിൽ പ്രസാദ്, V ഉമ്മർ കോയ, TD ജോയ്, അംസ സുബ്ഹാൻ, PVH കുഞ്ഞാപ്പു ഹാജി, വയലിൽ ജോയി, NK ഹമീദാജി, K ഗോപാലകൃഷ്ണൻ, സിറാജ് മുസ്ലിയാരകത്ത്, കുഞ്ഞുട്ടി അങ്ങാടി, VSM കബീർ, OP അലി, മയൂരി ചൂച്ചുമാൻ, സിദ്ദിഖ് രാജധാനി, യൂസുഫ് കുരിക്കൽ, ഖാദർ വാലയിൽ, ഉസ്മാൻ കുണ്ടുകാവിൽ, ജാഫർ പുൽവട്ട, മുജീബ് ചുള്ളിയോട്, ആദിൽ ജഹാൻ, അഡ്വക്കേറ്റ് റഫീഖ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. സബ്സ്റ്റേഷൻ സ്ഥാപിതമാകുന്നതോടെ കരുവാരകുണ്ടിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. KCB എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കമ്പനിയാണ്. അവർക്ക് നേരിട്ട് ഭൂമി പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർ റവന്യൂവിനെ ഏൽപ്പിക്കണം. റവന്യൂ ആ ഭൂമി നോക്കി അതിനൊരു തഹസിൽദാറെ ചുമതലപ്പെടുത്തണം. തഹസിൽദാർ ഒരു 4 അംഗ സംഘം വേണം. അതിന്റെ നടപടിക്രമങ്ങൾ വളരെ വലുതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോ കൊല്ലക്കണക്കിന് അതിന്റെ അനുമതി കിട്ടാൻ, ഭൂമി കിട്ടാൻ വൈകും. അതുകൊണ്ട് KCBക്കാര് പറയുന്നത് നമ്മളെ KCB ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്,
കരുവാരക്കുണ്ടിൽ ഒരു സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ KSEB ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ കരുവാരക്കുണ്ടിലെ സബ്സ്റ്റേഷന് വേണ്ടി ഒരു ഓഫീസ് തുറന്നിട്ടുണ്ട്. അവിടെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ അതിന്റെ ചാർജിലുണ്ട്. ഞാൻ അദ്ദേഹവുമായി വിളിച്ചിരുന്നു, ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ KSEB നമ്മോട് പറയുന്നത് സ്ഥലം വാങ്ങുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. 2.5 കൊല്ലം 3 കൊല്ലം UDF വന്നാലും LDF ആണെങ്കിലും അതിന്റെ നടപടിക്രമം വളരെ വലുതാണ്. അത് ഒരു പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഭൂമി നിങ്ങൾ പൊതുപ്രവർത്തകരൊക്കെ പാടെ കൂടി നാട്ടിൽ നിന്ന് വാങ്ങി തരികയാണെങ്കിൽ 6 മാസം കൊണ്ട് സബ്സ്റ്റേഷൻ സ്ഥാപിച്ച് നമുക്ക് കമ്മീഷൻ ചെയ്യാം. കരുവാരക്കുണ്ടില് അതിന് വളരെ ആവശ്യമുണ്ട്. ഇപ്പൊ ലൈറ്റൊക്കെ കത്തുന്നുണ്ടെങ്കിലും നമ്മളെ മറ്റുള്ള ഒരു കാര്യങ്ങൾക്കും ഈ കറണ്ട് പറ്റുന്നില്ല. AC പോലും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അതുപോലെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ. ഒരു വ്യവസായം ഇപ്പം മില്ല് നടത്തുന്നവരുണ്ട്, മില്ല് നടത്താൻ കഴിയുന്നില്ല. അപ്പൊ ഈ വൈദ്യുതിയുടെ ആവശ്യം, ഈ സബ്സ്റ്റേഷന്റെ ആവശ്യം വളരെ വലുതാണ്. കരുവാരക്കുണ്ടിൽ അതിന്റെ സാധ്യതകൾ വളരെ വലുതാണ്. അപ്പൊ അതിനുള്ളൊരു ശ്രമം നമ്മൾ നടത്തുകയാണ്. അപ്പൊ കരുവാരക്കുണ്ടിലെ ഒരു ക്രീമാണ് ഇവിടെ ഉള്ളത്. എല്ലാ വിഭാഗം ആളുകളെയും പ്രതികരിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ കരുവാരക്കുണ്ടുകാരെ ഈ കാര്യങ്ങളിലൊക്കെ വളരെ മോഡലാണ്, മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ്. കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ ഓരോരുത്തരുടെയും ഒരു വലിയ ആവശ്യമാണ് പിന്നെ ഇത്തരത്തിൽ ഈ ഒരു സബ്സ്റ്റേഷൻ ഇവിടെ വരിക എന്നുള്ളത്. കാരണം ഇപ്പൊ നമ്മളൊക്കെ ഓരോരുത്തരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. നമ്മളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് AC വർക്ക് ചെയ്യാത്തതൊന്നുമല്ല, വെള്ളം അടിക്കാൻ മോട്ടോർ വർക്ക് ചെയ്യാൻ പോലും സാധ്യമല്ലാത്ത രീതിയിലുള്ള ഒരു കറണ്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഇല്ലാത്തതും ഒക്കെ വലിയ വിഷയമാണ്. കഴിഞ്ഞ 6 വർഷത്തോളമായി ഗ്യാസ് കിട്ടിയിട്ട് സ്ഥലത്തിന്റെ ഒരു അഭാവം മൂലം ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന പദ്ധതിയാണ്. അപ്പൊ അതിന് ഇങ്ങനെ മുൻകൈ എടുക്കാൻ ഈ ഭരണസമിതി പ്രിയപ്പെട്ട ഉണ്ണിക്കുട്ടി സാഹിബിന്റെയും ടീച്ചറുടെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി മുന്നോട്ട് വന്നു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പാണ്. അപ്പൊ അതിന് ഏത് രൂപത്തിലാണ്, ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ സ്ഥലം കൊടുക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അടയാളപ്പെടുത്തപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുന്നതിന് നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് ഈ 30 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ കഴിയുമോ എന്ന് കൂടി നമ്മൾ ഇന്ന് ഇവിടെ ആലോചിക്കണം. സബ്സ്റ്റേഷന് വേണ്ട സ്ഥലം കണ്ടെത്തുക. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഒരു അനുമതിയായിട്ടുള്ള ഒരു പദ്ധതിയാണ്. 7 വർഷം പിന്നിട്ടു. ഇനി എത്ര കാലം ഈ ഏസുമായി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ യാതൊരു പ്രയാസങ്ങളില്ലാതെ ഈ പൈസ ഉണ്ടാക്കുകയാണ്. ഈ ഭൂമി വാങ്ങാനുള്ള പൈസ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അതിന് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ സാധിക്കും. അതിനു വേണ്ട എല്ലാ പിന്തുണയും വ്യാപാരി വ്യവസായ സമിതി എന്നുള്ള നിലക്ക് ഉണ്ടാവും. KSEB സബ്സ്റ്റേഷൻ കരുവാരക്കുണ്ട് നിർബന്ധമാണ്. ഈ ഒരു ഈ സമ്മറോട് കൂടി നമുക്കത് വ്യക്തമായി അടുത്ത വേനൽക്കാലം കൂടി വന്നാൽ നമുക്കത് അത്യന്താപേക്ഷിതമാകുന്ന ഒരു സംശയമല്ല. കരുവാരക്കുണ്ട് പഞ്ചായത്തിന്റെ ഈ ഒരു നടപടിക്ക് കരുവാരക്കുണ്ട് പ്രസ് ഫോറത്തിന്റെ എല്ലാവിധ പിന്തുണയും. നേരത്തെ പറഞ്ഞ 3 കൊല്ലത്തിന്റെ പ്രശ്നമില്ല. ഒരു ക്യാബിനറ്റിന്റെ സ്പെഷ്യൽ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞാൽ 15 ദിവസം കൊണ്ട് ഇപ്പൊ നാഷണൽ ഹൈവേക്ക് ഭൂമി എടുത്തത് ഇത്രയും ഭൂമി എടുത്തത് 1.5 മാസം കൊണ്ടാണ്. 1 മാസത്തെ നോട്ടിഫിക്കേഷൻ ബാക്കി ദിവസം കൊണ്ട് അത് കഴിയും. അത് പ്രശ്നമുള്ള കാര്യം. കാരണം അതിനകത്ത് പൊളിറ്റിക്കൽ പവർ എന്ന് പറയും. പക്ഷെ അതിനകത്ത് ഫണ്ട് ഉണ്ടോ? ആ 9 കോടി രൂപക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ ഭൂമിക്ക് എത്ര ഫണ്ട് ഉണ്ട്? ബാക്കി കാരണം ഈ ട്രാൻസ്ഫോമർ ഇപ്പത്തെ കാരണം അത് 19 എസ്റ്റിമേറ്റ് ആയിരുന്നു, 26 എസ്റ്റിമേറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 2ാമത്തെ എസ്റ്റിമേറ്റ് പുതുക്കാൻ പോയതിനുള്ള സമയം എടുക്കും. അപ്പൊ അതിനേക്കാളും നല്ലത് അതിനകത്ത് ഫണ്ട് ഉണ്ടെങ്കിൽ ആ ഫണ്ടോട് ചിലവഴിക്കുക. അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ 16,000 കണക്ഷൻ നമ്മൾ 10,000 കണക്ഷൻ കൂട്ടിയാണ്. 10,000 കണക്ഷൻ 250 രൂപ എടുത്താൽ തന്നെ നമുക്ക് 25 ലക്ഷം രൂപയായി. 30 ലക്ഷത്തിന്റെ കാര്യമുണ്ടല്ലോ. നമുക്കത് ഒരു തീരുമാനം എടുക്കുക. നമ്മൾ ഇനി കൂടുതൽ ചർച്ച ചെയ്ത് പോകാൻ എനിക്ക് തോന്നുന്ന ഒരു തീരുമാനം എടുക്കുക. ഒരു കണക്ഷൻ 250 ഉപയോഗിച്ച് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ഉണ്ടായി കൊടുത്ത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതിന് മുമ്പ് ഇതിനകത്ത് ഫണ്ട് ലാൻഡ് എത്ര കോസ്റ്റ് ഉണ്ട്? 1 ലക്ഷമാണ് ഒരു സെന്റിന്. ഇപ്പൊ നിലവിൽ 2020 എസ്റ്റിമേറ്റ് 1 ലക്ഷം ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മളിതിലൊന്നും പോകണ്ട. നമുക്ക് MLA ഈ മന്ത്രിസഭ അധികാരം ഏറ്റ ഉടനെ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ പോയാൽ ക്യാബിനറ്റിൽ സ്പെഷ്യൽ ഡിസിഷൻ എടുത്താൽ 15 ദിവസം കൊണ്ട് നോട്ടിഫിക്കേഷൻ ഒന്നിച്ചിറങ്ങിക്കഴിഞ്ഞാൽ കഴിയുന്ന ആൾക്കാരൊന്ന് സംഭാവന വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എന്റെ അഭിപ്രായം. ഓരോരുത്തരും വ്യക്തിപരമായ കാര്യങ്ങളും ആവശ്യങ്ങളും ആ നാടിന്റെ ആവശ്യങ്ങളും ഒക്കെ എല്ലാവരും നടത്തുന്നുണ്ട്. നിസ്സാരപ്പോ മലയമാടം റോഡ് 1.5 കിലോമീറ്റർ കോൺക്രീറ്റ് അവിടുത്തെ വ്യക്തികൾ ചെയ്തു. അതിന്റെ പ്രധാന പങ്കാണ് നിൽക്കുന്നത്. അതായത് നാടിന്റെ പ്രശ്നം. ഇത് നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്തിന്റെ പ്രശ്നമാണ്. അത് ഈസിയായിട്ട് പിരിക്കാനും കഴിയും.
അത് ജനങ്ങളിൽ തന്നെ മേടിക്കാൻ പെട്ടെന്ന് കഴിയും. ഇതൊന്നും വല്ലാതെ നീട്ടിക്കൊണ്ടേണ്ട ആവശ്യമില്ല. എല്ലാവരും സഹകരിച്ചാൽ അത് പെട്ടെന്ന് തീർക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും വാങ്ങി കൊടുക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഇവർ നടക്കുന്നത്. അല്ലെങ്കിൽ പോലെ ഒന്നോ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇപ്പൊ അതിന്റെ സാങ്കേതികത്വം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പൊ ഇനി ഇത് വൈകാതെ ഒരു ഭരണസമിതി, ഒരു ജനപ്രതിനിധികൾ എന്ന നിലയിലും പൊതുപ്രവർത്തകർ എന്ന നിലയിലും നമുക്ക് ഈ സാധനം വരണം. അപ്പൊ അതിനിപ്പോ ഒരു 30 ലക്ഷം 35 ലക്ഷം റുപ്യ മുടക്കിയ സ്ഥലം വാങ്ങി കൊടുത്താലെങ്കിലും ഈ സാധനം വരികയാണെങ്കിൽ ഗുണഭോക്താക്കൾ നമ്മളെ നാട്ടുകാരാണ്, നമ്മളെ ജനങ്ങളാണ്. അതിനു വേണ്ടി നമ്മൾക്കൊരു ശ്രമിച്ചാൽ അതൊരു വലിയ സംഭവമല്ല എന്നുള്ളത് കൊണ്ട് നമുക്കതിന് ശ്രമിക്കാം എന്നാണ് നമ്മളാണെങ്കിലും കഴിഞ്ഞ ഭരണസമിതി ആണെങ്കിലും ഒക്കെ ആലോചിച്ചത്. അതാണ് ഇപ്പൊ ഇവിടെ ഈ ഭരണസമിതി പിന്നെ ഈ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരും വന്ന് നോക്കിയ 1-2 സ്ഥലമാണ്. ഒന്ന് ജോയിയേട്ടൻ പറഞ്ഞാൽ ഒന്ന് കൊയ്ത്തക്കുണ്ടില, അത് അവർ അനുയോജ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അക്ബറിന്റെ കോഴി ഫാം ഉണ്ട്, അതെ, അതിന്റെ അടുത്താണ് 2 സ്ഥലം അവിടെ ഉണ്ട്. പിന്നെ നമ്മളാ ലോട്ടറി വിഷ്ണുവിന്റെ അടുത്തൊരു സ്ഥലമുണ്ട്, അതും അവിടെ തന്നെ ഉണ്ട്. ഇതൊക്കെ സെന്റിന് 1 ലക്ഷം റുപ്യ ഒക്കെ വില വരും. ഇനി അതിന്റെ ഇപ്പുറത്ത് ഒരു സ്ഥലം കിട്ടാനുണ്ട്, അവിടെ 1.5 ലക്ഷം റുപ്യ സെന്റിന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ സ്ഥലം ഏതെങ്കിലുമൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് കാശുണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ വന്ന ചർച്ചയില് കാശുണ്ടാക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഈ പറഞ്ഞോലൊക്കെ പോകണം വീതട്ടാണെങ്കിൽ 30 ലക്ഷത്തിന് ഒരു വിഷയമില്ല. ആർക്കനുസരിച്ചാണ് വീതട്ടാണ്, ആ വീതം നമ്മൾ ഇടും. അതിന് ഒന്നാമത്തെ പരിഗണന ഉമ്മറുപോയ മാസം പറഞ്ഞ പരിഗണന നമ്മൾ കൊടുക്കുകയാണ്. പെട്ടെന്ന് ഈ പൈസ കൊണ്ട് തന്നെ സ്ഥലം വാങ്ങി ഇത് ഉണ്ടാക്കാൻ ഗവൺമെന്റിൽ നിന്ന് ഓർഡർ വാങ്ങി പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു 2-3 മാസം നമ്മൾ ശ്രമിച്ചു നോക്കാം. ജെയിംസ് മാഷ് ഇവിടെ ഉണ്ടെങ്കിലും ഈ സർവേക്കാരൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെന്താ വരുന്നത് ഉറപ്പാണ്. അപ്പൊ ആ നിലക്ക് MLA മന്ത്രിയാവും. അപ്പൊ ഈ ഭരണസമിതി ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞപ്പോ കാവൽ മന്ത്രിസഭയാണ്, മുഖ്യമന്ത്രിയാണ് പോണേ. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഒന്ന് ഇത് ശ്രമിച്ചു നോക്കാം. അത് വന്നിട്ട് വരുമെന്നുള്ളത് ഈ രീതി ഒന്നാമത്തെ ഫസ്റ്റ് പ്രയോറിറ്റി അതിന് നൽകുക നമ്മൾ ഭരണസമിതി. രണ്ടാമത് അത് നടക്കൂല തോന്നിയാൽ പിന്നെ കൂടുതൽ ഇട്ടുകൊണ്ട് പോവുക. പെട്ടെന്ന് നമ്മൾ ഒരു കളക്ഷൻ എടുത്തിട്ട് ഭൂമി കണ്ടെത്തുക, അത് പർച്ചേസ് ഒരു കമ്മിറ്റി നമ്മൾ രൂപീകരിക്കുക, ഭൂമി കണ്ടെത്തുക, ആ ഭൂമിക്കുള്ള കാശ് പിരിക്കുക, സുതാര്യമായി അത് രജിസ്റ്റർ വാങ്ങിയിട്ട് 1 കൊല്ലം 1.5 കൊല്ലം കൊണ്ട് ഈ പാസ്സായ ഈ സബ് സ്റ്റേഷൻ കരുവാരക്കുണ്ട് പഞ്ചായത്തിന്റെ ഉള്ളിൽ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ ജനപ്രതിനിധികൾ എന്നേക്കും പൊതുപ്രവർത്തകർ എന്നേക്കും നാടിന്റെ ക്ഷേമം ആഗ്രഹിക്കുന്നവർ എന്നേക്കും നമ്മൾ ഒറ്റക്കെട്ടായിരുന്നു. അതിനെല്ലാവരും തയ്യാറാണല്ലോ.